Welcome to Bangkok. Well, ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന വ്യൂ even though it does not look like Bangkok. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന വ്യൂ does look like Bangkok, no? So come, ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. നമുക്കിങ്ങനെ സംസാരിച്ച് കഥ പറഞ്ഞ് അതിൻ്റെ കൂടെ ഞാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് there is no like time waste. ഇത് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്ന, പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ വന്ന ഒരു ട്രിപ്പാണ്. കാരണം ഞാൻ ഓൾറെഡി ബാങ്കോക്കിൽ വന്നിട്ടുണ്ടല്ലോ അമ്മയും ഇഷാനി ഹൻസുമായിട്ട്. പക്ഷേ ആ സമയത്ത് വി ആക്ച്വലി ഡിഡ് ബാങ്കോക്ക് ആൻഡ് ഫിഫി ഐലൻഡ്സ്. അപ്പം അതുകൊണ്ട് തന്നെ ബാങ്കോക്കിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടിയില്ല. വി റിയലി ലവ്ഡ് ബാങ്കോക്ക്. പക്ഷെ നമുക്ക് ബെയർലി ഒരു 1.5-2 ദിവസമാണ് അന്ന് നമുക്ക് ബാങ്കോക്കിൽ കിട്ടിയത്. സോ യുനോ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യമാണ് ഞാൻ ബാങ്കോക്ക് കൂടുതൽ ആസ്വദിക്കുന്നതെന്ന് ഞാൻ പറയാം. സോ ഇപ്രാവശ്യം മൈ പ്ലാനിങ് ഹാസ് ബിൻ ക്വൈറ്റ് നൈസ്, ഐ ഹാവ് ടു സേ. സോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, ഐ ഷോ യു ദ പ്ലേസ് ഇൻ ഡീറ്റെയിൽ. ബാങ്കോക്കിൽ റിവർ സൈഡ് ഉണ്ട്. റിവർ സൈഡിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ്. പക്ഷേ ഇതിന് മുമ്പത്തെ 2 നൈറ്റ് ഐ സ്റ്റേഡ് ഇൻ ഇവിടെ പ്ലാറ്റിനം മോൾ എന്നൊക്കെ പറയുന്ന ഒരു സിറ്റി ഹസിൽ ബസിൽ ഏരിയ ഉണ്ട്. അവിടെയാണ് നിന്നത്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് പെർഫെക്റ്റ്. കാരണം ആ ഒരു സിറ്റി ഫീൽ, ഫുൾ എല്ലാത്തിൻ്റെ നടുക്ക് പോയി നിൽക്കുന്ന ഒരു ഫീലും കിട്ടി, എന്നാൽ ഒരു റിവർ ഏരിയയിൽ നിൽക്കുന്ന ഫീലും കിട്ടി. ബട്ട് എനിവേസ് ഇത് ഞാൻ ഈ അടുത്ത് യൂസ് ചെയ്ത് തുടങ്ങിയൊരു സാധനമാണ് ആൻഡ് ഐ ഹവ് ബിൻ റിയലി ലൈക്കിങ് ഇറ്റ്. ഞാൻ പണ്ട് ഗ്വാഷ ഉപയോഗിക്കാമല്ലോ, ഗ്വാഷ ഇപ്പോഴും ഉപയോഗിക്കും. ഇത് ഞാൻ നയിക്കലോ എന്തോ കണ്ടതാണ്. ഇറ്റ്സ് ലൈക്ക് എ ഇലക്ട്രിക് ഫേസ് മസാജർ ആൻഡ് സ്കൾപ്റ്റിംഗ് ടൂൾ. നല്ല രസമാണ് ആക്ച്വലി. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലോ ഉറങ്ങിപ്പോവും. മേക്കപ്പ് കുറച്ച് നാളായിട്ട് വെനെവർ ഐ ട്രാവൽ എനിക്ക് രാവിലെ തല കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ യൂഷ്വൽ ശീലം വെച്ചിട്ട് ഐ ആക്ച്വലി ടേക്ക് എ ഹെയർ വാഷ് ഓൺലി ഇൻ ദ നൈറ്റ്. പക്ഷേ അമ്മയാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് വെൻ ഐ ആക്ച്വലി ടേക്ക് എ ബാത്ത് ഇൻ ദ മോർണിംഗ് നോ, ഐ ഫീൽ സോ ഫ്രഷ്, ലൈക്ക് എ ഹെഡ് ബാത്ത്. അല്ലെങ്കിൽ ഇപ്പം തല കുളിക്കാറില്ല രാവിലെ. ബട്ട് ഐ ജസ്റ്റ് ലവ് ദിസ് ഫീലിംഗ്. ഐ നോ ദറ്റ് ഒരുപാട് പേരുടെ ശീലം ഇങ്ങനെയാണ്, ബട്ട് ഫോർ മീ ഇറ്റ് വാസ് നെവർ ലൈക്ക് ദാറ്റ്. ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിരുന്നു തല കുളിക്കുന്നത്. പക്ഷേ ഇത് വെൻ ഐ ടേക്ക് എ ഹെഡ് ബാത്ത് ഇൻ ദ മോർണിംഗ് നോ, ഒരു നല്ലൊരു ക്ലീൻ ഫ്രഷ് ഫീലിങ്ങും കിട്ടും. ഈവൻ മുഖവും ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ ഒരു 2-3 ദിവസം ഞാനിവിടെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ പെട്ടെന്ന് പോയി കണ്ടിട്ട് വരൂ. ആ സമയം കൊണ്ട് ഞാൻ ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കാം. ഞാൻ ആദ്യം താമസിച്ച ഹോട്ടലിനോട് ചേർന്നിരിക്കുന്നതാണ് ബാങ്കോക്കിലെ ഫേമസ് പ്ലാറ്റിനം മോൾ. അതിൻ്റെ താഴെ ഇങ്ങനെ ഫുഡ് സ്ട്രീറ്റും ഷോപ്പിംഗ് സ്ട്രീറ്റുമായിട്ട് നമുക്കിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഫുഡും കഴിച്ച് സാധനവും മേടിച്ച് ചില്ല് ചെയ്യാൻ ഇറ്റ് വാസ് ജസ്റ്റ് ദ പെർഫെക്റ്റ് വൈബ്. ആൻഡ് ഐ ഏറ്റ് ആൻഡ് ഡ്രാങ്ക് സോ മെനി യമ്മി തിങ്സ്. പിന്നെ ഡെയിലി ഒരു മസാജ് എങ്കിലും ചെയ്യണം എന്ന പ്ലാൻ ഉള്ളതുകൊണ്ട് ഐ ഡിഡ് ഗോ ഫോർ മസാജസ്. എന്നിട്ട് അടുത്ത ദിവസം ബാങ്കോക്കിലെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണിത്. ഇറ്റ്സ് കോൾഡ് ഗ്രാൻഡ് പാലസ്. ഒരു അമ്പലം കൂടിയാണ്. ദി ഫേമസ് എമറൽഡ് ബുദ്ധയൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. സോ ഐ വിസിറ്റഡ് ദാറ്റ് പ്ലേസ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ആണെങ്കിലും അവിടുത്തെ ഒരു ഓറയാണെങ്കിലും അവിടുത്തെ ഒരു ചൂടൊഴിച്ചാൽ ഇറ്റ് വാസ് ജെന്യുവൻലി വെരി 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 ബ്യൂട്ടിഫുൾ. പിന്നെ തായ്ലൻഡിൽ കിട്ടുന്ന കരിക്ക്. ദുബായിലെ പെപ്സിക്ക് നമ്മുടെ നാട്ടിലെ പെപ്സിയേക്കാൾ ടേസ്റ്റ് കൂടുതലാണെന്ന് പറയുന്നത് എനിക്ക് ക്രിഞ്ചായി തോന്നാറുണ്ടെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. തായ്ലൻഡിൽ കിട്ടുന്ന കരിക്ക് എൻ്റെ മേഹതാണ് കരിക്ക്. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റും ക്വാണ്ടിറ്റിയും. അന്നത്തെ ദിവസം പിന്നെ ടുക്കിൽ കയറി ലഞ്ച് കഴിക്കാൻ പോയി. ടുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ കാശ് കുറഞ്ഞ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഓട്ടോ എടുക്കുന്ന പോലെയല്ല. അവിടുത്തെ ഒരു അലങ്കാര വസ്തുവാണ് ടുക്ക്. സോ ടാക്സിയേക്കാൾ
റേറ്റ് ആണ്, പക്ഷെ നല്ല രസമാണ്. എന്നിട്ട് വി ഫൗണ്ട് ദിസ് ക്യൂട്ട് Thai restaurant. ഒരു കുഞ്ഞു റെസ്റ്റോറൻ്റ് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി എസ്തെറ്റിക്. ആൻഡ് അവിടെ ഐ ഓർഡേർഡ് മൈ ഫേവറേറ്റ് പാത്സിയു, സ്റ്റിർ ഫ്രൈഡ് മോർണിംഗ് ഗ്ലോറി ആൻഡ് പപ്പായ സാലഡ്. എൻ്റെ ഒരു ഫേവററ്റ് കോമ്പിനേഷനാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിക്കാതെ വന്നിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായി പോയേനെ. എന്നിട്ട് അന്ന് രാത്രി ഒരു ഫാൻസി എക്സ്പീരിയൻസിന് വേണ്ടി വി വെൻറ്റ് ടു ദിസ് 64th ഫ്ലോറിലിരിക്കുന്ന ഒരു പോഷ് ഫാൻസി ലക്ഷൂറിയസ് റെസ്റ്റോറൻറ്റ് ഫോർ ഡിന്നർ. അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ തായ്ലൻഡ് അല്ല, ബാങ്കോക്ക് മൊത്തം കാണാം. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഒരു കോർ മെമ്മറി എന്ന് പറയാം. ഭയങ്കര വൈബായിരുന്നു. പറന്നു പോകുന്ന പോലത്തെ കാറ്റുമായിരുന്നു. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ പിടിച്ച് നിന്നു. ഇറ്റ് വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്, ഐ ഹാവ് ടു സേ. നമ്മൾ വല്ലപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഞാൻ റെഡി. ഇനി ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഇന്ന് എന്ത് ട്രാൻസിഷൻ ചെയ്യാം? I do this, like this, maybe this. No, it's too done. Maybe like a jump. No, that's also too done. Okay. ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, ശരി. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഫെറി ഉണ്ട്. ഈ ഫെറിയിൽ കയറി ഫെറി, വേഴ്സ് എ ഫെറി ദാറ്റ് വേ. താങ്ക് യു. അപ്പം ഒരു റിവർ സൈഡിലാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഇരിക്കുന്നത്. അതേ റിവർ സൈഡിൻ്റെ ഓപ്പോസിറ്റിൽ ഐക്കോൺ സിയാം എന്ന് പറയുന്ന ഒരു മോളുണ്ട്. അപ്പോൾ ഇവിടുന്ന് ദേ ഹാവ് എ ഫ്രീ ഫെറി സർവീസ്. എവിടെയാണെന്ന് ഞാൻ തപ്പട്ടെ. അതാണോ ഫെറി? എക്സ്ക്യൂസ് മീ, where can I find the ferry to go to Icon Siam Mall? Oh, here? Yeah. What time does it come? At noon 30. 12:30. Yeah. Okay. So 20 minutes? 20 minutes, yes. Okay. 20 and So I wait with these people? I wait with them? yeah. Okay. I'll just name and details? Yes. Okay. So that's the hotel I'm staying in. And ഈ കാണുന്ന റിവറിൻ്റെ പേരാണ് ചൗ ഫ്രയ റിവർ. അത് ഇവിടെ തായ്ലൻഡിലെ ഒരു മെയിൻ റിവറാണ്. അതിങ്ങനെ ബാങ്കോക്കിലൂടെ ഫ്ലോ ചെയ്ത് അവസാനം ഗൾഫ് ഓഫ് തായ്ലൻഡിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പോൾ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ ഒരു മെയിൻ ആളാണ്. സോ ഈ റിവർ ഇങ്ങനെ നടുക്കൂടി പോകുമ്പോൾ ഈ റിവറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറേ ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽസ് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ ഐക്കോൺ സിയാം എന്ന് പറയുന്ന മോള്, വിച്ച് ഇസ് എ ഡെസ്റ്റിനേഷൻ വിച്ച് ഇസ് റിയലി ക്ലോസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഹോട്ടൽസൊക്കെ ഇങ്ങനെ ഒരു ഫെറി സർവീസ് പ്രൊവൈഡ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ് ആൻഡ് കൺവീനിയൻറ്റ്. So today was actually not supposed to be like this. I'm here with my friends and we were all supposed to go together, but there was some change of plan and they had to do something. അപ്പം ഞാനും വിചാരിച്ചു, ഞാനും ഇതുവരെ ഒരു പുറത്തൊരു കൺട്രിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു 1 day ലോൺ പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെന്നത് ഫുൾ ഡേ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ദെൻ ഐ വാസ് ലൈക്ക് ഐ തിങ്ക് ഐ ഷുഡ് ജസ്റ്റ് പിക്ക് അപ്പ് മൈ ബാഗ് ആൻഡ് ലീവ്. അങ്ങനെ ഞാനൊരു ഡോറ ദ എക്സ്പ്ലോററിനെ പോലെ ഇറങ്ങിയതാണ്. ലെറ്റ്സ് സീ. സോ ഫാർ ഇറ്റ്സ് നൈസ്. മോൾ എത്താറായി. ഒടുക്കത്തെ ചൂട്. ഈ മോളിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മേ ബി എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഷോപ്പിംഗ്, വെരി വെരി ലിറ്റിൽ, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഷോപ്പിംഗ് ടു മച്ച്. ആൻഡ് മേ ബി ഹാവ് ലഞ്ച്. എന്നിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാം. പക്ഷെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാൻ
മറ്റേ ഫെറിയുടെ സെറ്റപ്പ് എവിടെ പോയി പറയണം എന്ന് എനിക്കറിയില്ല. We'll see. ഈ മോളിൽ എനിക്ക് തോന്നുന്നു കുറേ ലക്ഷറി ബ്രാൻഡ്സും ഉണ്ട്, പിന്നെ there are like the usual brands. So I just saw Louis Vuitton. ഞാനിങ്ങനെ ബാങ്കോക്ക് വരുന്നതിന് മുൻപേ ഇങ്ങനെ മനസ്സിൽ yeah, of course there's a queue also because there's always you have to sort of queue up to enter Louis Vuitton. അപ്പം ഞാനിവിടെ വരുന്നതിന് മുൻപ് ഞാനിങ്ങനെ മനസ്സിൽ വീട്ടിൽ വെച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു, അച്ഛന് ഒരു Louis Vuitton ബാഗ് എങ്ങനെ ഇരിക്കും, നല്ലതായിരിക്കില്ലേ എന്നൊക്കെ. കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അച്ഛന് ഇത് താല്പര്യമുള്ളൊരു കാര്യമായിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഐ ഡോണ്ട് നോ. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇച്ചിരി സ്റ്റൈലായിരിക്കില്ലേ ഏട്ടാ കാണാൻ. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കണോ വേണ്ടേ? അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് തോന്നുകയാണെങ്കിൽ നോക്ക്. ഐ ഡോണ്ട് ഈവൻ നോ ഇഫ് ഐ ഫൈൻഡ് സംതിങ് ദാറ്റ് ഐ ലൈക്ക്. ബട്ട് എനിവേസ് ഇവർ ക്യൂവിൻ്റെ ഭാഗമാണോ? എനിവേസ് ഇവർ ക്യൂവിൻ്റെ ഭാഗം അല്ലാന്ന് തോന്നുന്നു. ഐ എം ജസ്റ്റ് ലൈക്ക് ക്യൂയിങ് ഔട്ട്സൈഡ് ഇറ്റ്. നമുക്ക് കയറി നോക്കാം ഇഫ് വിൽ ഫൈൻഡ് സംതിങ് ദാറ്റ് ഐ ലൈക്ക്. ഞാൻ അച്ഛന് വാങ്ങണം എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന പോലത്തെ ഒരു ബാഗ് അവിടെ എനിക്ക് കിട്ടിയില്ല. സോ ഞാൻ മേടിച്ചില്ല. പക്ഷേ ഐ ഫൗണ്ട് ദിസ് ബാഗ് വിച്ച് ഐ റിയലി ലൈക്ഡ്. സോ ഐ പിക്ഡ് ഇറ്റ് അപ്പ് ഫോർ മൈ സെൽഫ്. എന്നിട്ട് ആ സമയമൊക്കെ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്ലാൻസൊക്കെ കുറച്ച് കറങ്ങി തിരിഞ്ഞ് മാറി വന്നപ്പോഴത്തേക്കും ഐ ഡിസൈഡഡ് ടു ഗോ ബാക്ക് ടു ദ ഹോട്ടൽ. പോയി അവിടുന്ന് ലഞ്ചും കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഹോട്ടലിൻ്റെ ഫെറി ഇല്ലായിരുന്നു, അതുകൊണ്ടൊരു ലോക്കൽ ഫെറിയിൽ കയറിയാണ് ഞാൻ പോയത്. എങ്ങോട്ടെന്നറിയാതെ ഞാനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞിങ്ങനെ നടന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ഹായ്, ഐ നീഡ് ടു ഗോ ടു ഷാങ്ഗ്രി-ല. ലെഫ്റ്റ് ഹാൻഡ് ബോക്സ് പ്ലീസ്. ഓക്കെ, താങ്ക് യു. കുറച്ചു നേരം തേരാപ്പാര നടന്നപ്പോൾ ഞാൻ ഈ ബോർഡ് കണ്ടു. അപ്പം തന്നെ എനിക്ക് അത്യാവശ്യം ആശ്വാസമായി. പിന്നെ നടന്ന് ആ ഹോട്ടൽ കണ്ടപ്പോൾ എൻ്റെ ദൈവമേ, വീട് കണ്ട പോലത്തെ ഒരു സമാധാനം തോന്നി. എന്നിട്ട് അങ്ങനെ തിരിച്ച് ഹോട്ടലൊക്കെ എത്തി ലഞ്ചൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് സൺസെറ്റൊക്കെ കണ്ട്, സൺസെറ്റിൽ നിന്ന് ഡസ്കിലേക്കും നൈറ്റ് ലൈറ്റ് വരുന്നതൊക്കെ കണ്ട് ബാങ്കോക്ക് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ലിറ്റപ്പ് ആവുന്നതൊക്കെ കണ്ടിട്ട് വി വെന്റ് ബാക്ക് ടു ദ മോൾ. നേരത്തെ എനിക്ക് ആകെ കുറ്റബോധമായിപ്പോയി. അച്ഛന് വേണ്ടി വാങ്ങാൻ പോയിട്ടാണ് ഞാൻ എനിക്ക് മേടിച്ചത്. ബട്ട് ദെൻ ഐ ഓൾസോ ഡിഡ്ന്റ് ഫൈൻഡ് ദ റൈറ്റ് തിങ് ദെയർ. സോ ഐ ജസ്റ്റ് കെയിം ടു ഗൂച്ചി ബിക്കോസ് ഐ തിങ്ക് ഹി മൈറ്റ് ലൈക്ക് ഇറ്റ്. പക്ഷേ സത്യം പറഞ്ഞാൽ അച്ഛന് ഇങ്ങനത്തെ സാധനങ്ങളോട് താല്പര്യം ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ബട്ട് യൂഷ്വലി ഞാനും അമ്മയൊക്കെ എന്ത് മേടിച്ചാലും അച്ഛൻ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. സോ അച്ഛൻ ആക്ച്വലി ഭയങ്കര മറ്റേ മറവിയുടെ അസുഖമാണ്. എന്ന് പറഞ്ഞാൽ അച്ഛനൊരു വിനോദമാണ് സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറക്കുന്നത്. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് മറന്നു എന്നൊക്കെ ഉള്ളത് അച്ഛൻ പറയും. അച്ഛന് ത്രില്ലാണ് ഈ ഫോണ്, പാസ്പോർട്ട്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ഹി കൻ സോർട്ട് ഓഫ് ഫിറ്റ് എവറിഥിങ് ഇൻ, ലൈക്ക് ഗ്ലാസ്, ഫോൺ, വാളറ്റ്, തിങ്സ് ലൈക്ക് ദാറ്റ്. ലുക്ക്. There's another color, is it? When it comes to ഞാൻ ഇങ്ങനത്തെ ബാഗ്സ് മേടിക്കുമ്പോൾ ഐ ലൈക്ക് ടു ബൈ ദ മോസ്റ്റ് മ്യൂട്ടഡ് ആൻഡ് സട്ടിൽ ടോൺസ്. പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛനൊക്കെ ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഐ ലൈക്ക് ദ ഗൂച്ചി കളർ. ബട്ട് can I try out that one please? This is from the new collection? Okay. പക്ഷേ ഇത് കുറച്ചധികം വലുതാണ്. ആൻഡ് ഓൾസോ ഈ സ്ട്രാപ്പ് മറ്റേ എൻ്റെ ബാഗിൻ്റെയൊക്കെ സ്ട്രാപ്പ് പോലെ ഇറ്റ്സ് ടു ബൾക്കി. I'll just check the space. ഇവിടെ ഫോൺ വയ്ക്കാം, പാസ്പോർട്ട് വയ്ക്കാം. ഇവിടെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ, ഈവൻ ദിസ് വിൽ ഫിറ്റ് ഇൻസൈഡ്, നോ? ആക്ച്വലി ഇറ്റ്സ് നൈസ്. ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് ഇങ്ങനത്തെ നല്ലൊരു ഫാൻസി ആയിട്ടുള്ളൊരു ബാഗാകുമ്പം ചിലപ്പോൾ ശ്രദ്ധ കൂടുമായിരിക്കുമല്ലോ. അതായത് ബാഗിലെ സാധനങ്ങളും ഒന്നും കളഞ്ഞു പോരുതെന്നുള്ളൊരു സ്ട്രെസ്സിൽ ചിലപ്പോൾ മൊത്തത്തിൽ ശ്രദ്ധ കൂടുമായിരിക്കും. സോ യാ ഐ തിങ്ക് ഹീൽ ലൈക്ക് ഇറ്റ്. Okay, we'll take this.
വിചാരിച്ചിട്ടൊരു ക്രൂസ് ബുക്ക് ചെയ്തു. പണ്ട് അമ്മയൊക്കെ ആയിട്ട് വന്നപ്പോഴും ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വി കുഡൻ ഗോ ബിക്കോസ് വി ഗോട്ട് സ്റ്റക്ക് ഇൻ ബാങ്കോക്ക് ട്രാഫിക്. ഇവിടെ ട്രാഫിക് ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ വുഡ് ബി സംതിങ്, പക്ഷെ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കുറേ നേരത്തിന് ശേഷമാണ് ഒന്ന് വണ്ടി അനങ്ങുന്നത്. 7:30 ക്രൂസ്. ആക്ച്വലി 30 minutes മുമ്പ് എത്തണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം തന്നെ ആക്ച്വലി 7:01 ആയി കഴിഞ്ഞു. ഈ 30 minutes ഓൾറെഡി കഴിഞ്ഞു. And we're still in traffic. So yeah, Bangkok traffic is a thing. I think Bangalore traffic and all is nothing when compared to Bangkok in the traffic. Well, ഇതിലിപ്പോൾ 5 minutes എത്തുമെന്നാണ് പറയുന്നത്. എത്തിയാൽ നിങ്ങൾ ഇനി എന്നെ അടുത്ത് കാണുന്നത് ഇങ്ങനെ ക്രൂസിൻ്റെ ഏറ്റവും മേളിലത്തെ ഡെക്കിൽ നിന്ന് കാറ്റൊക്കെ അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഞാൻ റൂമിലിരിക്കും. എനിക്ക് ബുഫേ കണ്ടിട്ട് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. So this is actually konja. They said it's grilled prawns, but I don't know പച്ചയായിട്ട് വല്ലതും ഇരിക്കുമെന്ന്. അയ്യേ, പച്ചക്കൊഞ്ചാണെന്ന് തോന്നുന്നു. Maybe it's not meant for me. Oh, we started moving. So mandatory rule ആണല്ലോ, if you're staying in a really beautiful room, a room tour is required, no? So this is my room, and I think ഞാൻ താമസിച്ചിട്ടുള്ളതിൽ one of the best rooms ആണ്. So first we'll see the bathroom. ഒരു അടിപൊളി ബാത്റൂമാണ്. There's like an incredible Bangkok riverside view. It's a very beautiful bathroom. എനിക്കൊക്കെ ഭാവിയിൽ ഒരു വീട് വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബാത്റൂം വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൻഡ് ദെൻ ദിസ് ഈസ് ദ റൂം. റൂമിൽ നിന്നും നോക്കുമ്പോഴത്തേക്കും ഇതേ വ്യൂ ഉണ്ട്. സോ ഞാനിങ്ങനെ ബെഡിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ എനിക്ക് ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം, ഉറങ്ങാം, ഉറക്കം എണീക്കാം. ആൻഡ് ദിസ് ഈസ് ദ ബാൽക്കണി. എനിക്ക് പൊതുവേ തന്നെ ബാൽക്കണി ഉള്ള റൂംസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഹോട്ടൽസ് എപ്പോൾ ബുക്ക് ചെയ്താലും ഞാൻ നോക്കും ബാൽക്കണി ഉള്ള റൂമാണോ എന്ന്. ബിക്കോസ് ഫസ്റ്റ്ലി ഐ ജസ്റ്റ് ലവ് ഇറ്റ് വെൻ ദർ ഇസ് എ ബാൽക്കണി. ബിക്കോസ് യുനോ
അല്ലെങ്കിൽ നമ്മൾ ഏതോ ഒരു ക്യൂബിക്കിളിൻ്റെ അകത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നും. സോ വെൻ ദർ ഇസ് എ ബാൽക്കണി യു ക്യാൻ ഗോ ഔട്ട്, യു ക്യാൻ ബ്രീത്ത് ഫ്രഷ് എയർ, രാവിലെ എണീറ്റൊക്കെ യു ക്യാൻ ലൈക്ക് ജസ്റ്റ് ഗോ ഔട്ട് ആൻഡ് ദർ ഇസ് ജസ്റ്റ് സോ മച്ച് പോസിറ്റിവിറ്റി ആൻഡ് ദിസ് ഇസ് എ ഹൈലി പോസിറ്റീവ് ബാൽക്കണി. ജസ്റ്റ് കം ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഇറ്റ്സ് ജസ്റ്റ് വെരി വെരി ബ്യൂട്ടിഫുൾ വ്യൂ. ദോ ആ കാണുന്നതാണ് ഐക്കോൺ സിയാം മോള്. ഇന്നലെ പോയില്ലേ? ദേ ഈ ബോട്ട് കണ്ടോ, ഷാങ്ക്രീലയുടെ ബോട്ട്. ഈ ബോട്ടിലാണ് നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് കയറി ഇങ്ങനെ അങ്ങോട്ട് പോയത്. പിന്നെ ഈ കാണുന്ന റിവറാണ് ദ ചൗ ഫ്രയ റിവർ. ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ബാങ്കോക്കിൽ തായ്ലൻഡിലെ മെയിൻ റിവറാണ് ചൗ ഫ്രയ. അപ്പോൾ ഇങ്ങനെ ബാങ്കോക്കിലൂടെ ഇങ്ങനെ അത് പൊക്കിക്കൊണ്ടിരിക്കും. ആൻഡ് ഇന്നലെ രാത്രിയിലത്തെ ക്രൂസ് ഹാപ്പൻഡ് ഇൻ ദിസ് റിവർ. സോ ബേസിക്കലി കഴിഞ്ഞ 2 ദിവസമായിട്ട് വീവ് ജസ്റ്റ് മെയ്ഡ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ദിസ് റൂം. കാരണം നല്ല റൂം കിട്ടുമ്പോഴത്തേക്കും അവിടെ മാക്സിമം സമയം ചിലവഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അല്ലെങ്കിൽ ഇറ്റ്സ് റിയലി എ വേസ്റ്റ് ഓഫ് സച്ച് എ ഗുഡ് റൂം ആൻഡ് മണി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, നോ. സോ ആ കാര്യത്തിൽ ഐ തിങ്ക് മൈ പ്ലാനിങ് വാസ് സോ നൈസ്. കാരണം ഈ റൂമിൽ വന്നു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം ഇതിന് ചുറ്റും ആയിരുന്നു. അതായത് നമ്മുടെ വീട്ടുമുറ്റത്തൂടി ക്രൂസിന് പോകുന്നു, നമ്മുടെ വീട്ടുമുറ്റത്തിൻ്റെ അപ്പുറത്തിരിക്കുന്ന മോളിൽ പോകുന്നു. എവറിഥിങ് വാസ് ജസ്റ്റ് അബൌട്ട് ആൻഡ് അറൗണ്ട് ദിസ് പ്ലേസ്. അപ്പം ആദ്യത്തെ 2-3 ദിവസം ആ പ്ലാറ്റിനം മോളിൻ്റെ അവിടെ നിന്നപ്പോഴത്തേക്കും ദാറ്റ് വാസ് എൻ അതർ വൈബ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കുറവാണെങ്കിലും ബാങ്കോക്ക് ട്രാഫിക്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് ഹെഡേക്ക്. സോ ദിസ് വാസ് ഗ്രേറ്റ് പ്ലാനിങ്. എനിക്ക് ഇവിടെ രാത്രി വന്നിരുന്ന്, so usually this river is very crowded with like boats going this way, that way, this way, that way, that way. രാത്രി ഒരു സമയമാകുമ്പോൾ എല്ലാം കഴിഞ്ഞ് there is this calm. അവിടെ ഇങ്ങനെ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ, it's another level of serendipity. അപ്പോൾ ഇന്ന് അവസാനത്തെ ദിവസം ആയതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഐറ്റിനറി എന്താണെന്ന് പറഞ്ഞാൽ, ലൈക്ക് ഐ ടോൾഡ് യു, മൈ ബാങ്കോക്ക് ട്രിപ്പ് വാസ് പ്രൈമർലി അബൌട്ട് ഫുഡ്, shopping and massages, because ഇവിടെ they're too good with massages and like ഇപ്പോൾ റോഡ് സൈഡിലെ മസാജസ് ആണ് വെരി റീസണബിൾ, ലൈക്ക് വെരി 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 റീസണബിൾ. നമ്മൾ നാട്ടിൽ കടയിൽ പോയി കുറച്ച് പച്ചക്കറി സാധനങ്ങൾ വാങ്ങുന്ന കാശിന് ഇവിടെ നമുക്ക് ഫുൾ ബോഡി മസാജ് എല്ലാം ചെയ്യാം. സോ ഞാൻ വന്ന ദിവസം തന്നെ ഞാനൊരു ഹെഡ് സ്പാ ചെയ്തിരുന്നു. സോ ഐ എം ഒബ്സെസ്ഡ് വിത്ത് സ്പാ. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പാഷനറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് മസാജസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ലൈക്ക് ഐ ജസ്റ്റ് ലവ് ആ ഒരു വെൽബീയിങ് ആസ്പെക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടുള്ള വെൽബീയിങ് ആൻഡ് ഫോർ യുവർ ബോഡി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഐ എം വെരി പാഷനറ്റ് അബൌട്ട് സ്പാസ്. അപ്പം ഞാൻ ഇങ്ങനെ തപ്പും ഓരോ സ്ഥലത്ത് നല്ല നല്ല സാധനങ്ങൾ എന്താ. സോ ബാങ്കോക്കിൽ ഒരു ഹെഡ് സ്പാ എൻ്റെ ഫീഡിൽ ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിസർവേഷനൊക്കെ ചെയ്ത് ദ ഫസ്റ്റ് ഡേ ഐ കേം, ഐ വെൻറ്റ് ആൻഡ് ഡിഡ് ദാറ്റ് ആൻഡ് ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് ജസ്റ്റ് ഹെവൻലി. അപ്പം പോകുന്നതിന് മുമ്പ് എനിക്കത് ഒന്നും കൂടി ഒന്ന് ആസ്വദിച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു. So I am going to go for my head spa and I'm so excited.
just feeling so relaxed and happy and calm and just nice. നല്ലൊരു ട്രിപ്പായിരുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആൻഡ് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്ലാനിങ്ങും ഐറ്റിനറിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് റിയലി റിലാക്സ്ഡ് ആൻഡ് ഇപ്രാവശ്യമാണ് ശരിക്കും ബാങ്കോക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ബാങ്കോക്ക് ഇസ് സച്ച് എ വൈബ് എന്നൊക്കെ. അതെന്താണെന്ന് ഇപ്പോൾ വന്നപ്പോൾ മനസ്സിലായി. ഇറ്റ്സ് ജസ്റ്റ് എ നൈസ് പ്ലേസ് ടു കം ആൻഡ് റിലാക്സ്. I did have a very very good trip. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കവേ ഫുൾ ടൈം ഞാൻ അമ്മേനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അമ്മയ്ക്കും ഇങ്ങനെ സ്കാൽപ്പ് ഹെഡ് റിലേറ്റഡ് മസാജ് ജനറലി ഇഷ്ടമാണ്, ബട്ട് എനിത്തിങ് ടു ഡു വിത്ത് സ്കാൽപ്പ് ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ തിങ്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു കാര്യമാണ് നെക്സ്റ്റ് ടൈം അമ്മയായിട്ട് ബാങ്കോക്കിൽ വരുമ്പോൾ, അമ്മയ്ക്കും ബാങ്കോക്ക് ഇഷ്ടമാണ്, അമ്മയായിട്ട് ബാങ്കോക്കിൽ വരുമ്പോൾ ആദ്യം ഇത് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കണം. ഐ എം ഷുവർ ഷീ വിൽ ലവ് ഇറ്റ്. ഐ എം ജസ്റ്റ് സോ ഷുവർ അബൌട്ട് ഇറ്റ്. So I think we should be ending this vlog on this calm, peaceful note. ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര സംഭവമാണെന്നൊന്നും എനിക്ക് വലിയ ലെക്ചറൊന്നും തരേണ്ട ഒരാവശ്യമില്ല. കാരണം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ ആരും ഭയങ്കര മഹത്തായ ഒരു കാര്യമായിട്ടല്ല ഇപ്പോൾ ടേക്കിംഗ് ടൈം ഔട്ട് ഫോർ വെൽനെസ് ഓർ എവറിത്തിങ്. ദൈവം സഹായിച്ച് നമുക്ക് മറ്റ് കാര്യങ്ങൾ, നമ്മുടെ ബേസിക് നീഡ്സ് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനത്തെ എക്സ്ട്രാ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഒന്നും അല്ലല്ലോ. ദർ ആർ സോ മെനി അതർ മോർ മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അപ്പോൾ അതൊക്കെ ഇന്ന് ദൈവം സഹായിച്ച് എൻ്റെ ലൈഫിൽ ഓക്കെ ആയിട്ട് ടച്ച് ഉള്ളതുകൊണ്ടാണ് I'm able to take an extra effort for things like wellness and calm and peace and all of that. And I'm just very grateful to God for all of this. I'm just very grateful that I'm able to take time out for the things that are not the most important in life. I'm grateful that there is peace and calm in my life right now, and I pray to God that നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ you do have a lot of peace and calm and all things serene. So that was that. If you like this video, എപ്പോഴെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സമയത്ത് if you want to plan like a small 4-5 day vacation, Bangkok is a great option. And ഇവിടെ വന്നിട്ട് ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. And I'm sure you will be feeling calm and relaxed at the end of it. Toodles. ബാങ്കോക്കിൽ നിന്ന് അച്ഛന് വാങ്ങിച്ചു. ഒരു മോർണിംഗിനൊക്കെ ചെയ്യുമ്പോൾ മറ്റു മക്കളെല്ലാം കണ്ടു പഠിക്കണ ഇതുപോലെ ആരും വെറും കൈയോടൊന്നും വരാതെ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഹാന. താങ്ക് യു ഹാന എന്നല്ല, താങ്ക് യു അമ്മു ആണല്ലേ. ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. താഴോട്ടാക്കിയാൽ ലെങ്ത് കൂടും, മേലോട്ടാക്കിയാൽ. സൂപ്പർ ബാഡ്. ഇതിനി ഏത് ഫ്ലൈറ്റ് വെച്ചാണോ മറക്കാൻ ഫ്ലൈറ്റിലാവണേ. അത് തൂക്കി നോക്ക്. വേറെ ഭാഗ്യമുണ്ടാ.
എത്ര സാധനങ്ങൾ മിസ്സായിട്ട് തിരിച്ചു ശരിയാ. പുതിയ പുതിയ എനിക്കും അതെ, പുതിയ ബാഗ്, പുതിയ ബുക്ക്. തൂക്കിയേ. അങ്ങനെയല്ല, ഇങ്ങനെ ബോഡി അത്ര ബാക്കിലാക്കണ്ട. കാണില്ല. അതെന്തോന്ന് ബാക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഡോറേ കൊള്ളാം അല്ലേ? നല്ല കളർ കോമ്പിനേഷൻ. ഇതാണ് ഗുച്ചിന്റെ ഒറിജിനൽ.